രാഹുൽ മങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്ന് കോൺഗ്രസ് വാദിക്കുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത നടപടിയാണതെന്നാണ് CPIMന്റെ വിമർശനം. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, കോൺഗ്രസിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ട്. അതേസമയം ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് CPIMന്റെ നീക്കമെന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദിലീപ്, CPM ഇക്കാര്യത്തിൽ ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയർത്തിയിരുന്നു. ഇന്നലെയും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെന്ന ആവശ്യവുമാണ് CPIM മുന്നോട്ട് വെക്കുന്നത്. അതായത് ഗുരുതരമായ ലൈംഗിക ആരോപണം നേരിടുന്ന ഒരു ജനപ്രതിനിധിയെ ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ല. മാത്രമല്ല, ഒരു പാർട്ടിയുടെ പ്രവർത്തകനായി പോലും തുടരാൻ അദ്ദേഹത്തിന് ധാർമ്മികമായ അർഹതയില്ല എന്ന കാര്യമാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ ഈ യുവതിയുടെ പരാതി വന്നതിനെ വലിയ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വിഷയമാക്കി മാറ്റാൻ CPM തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ തന്നെ CPMന്റെ ഭാഗത്ത് ശക്തമാണ്. പലയിടത്തും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രചരണം ശക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരിക്കുന്ന മണ്ഡലമുള്ള പാലക്കാട് ജില്ലയിലും ശക്തമായ പ്രചരണമാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത്. ഈ കോൺഗ്രസിനകത്തെ ഭിന്നതയും രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ഭിന്നതയും ഒപ്പം തന്നെ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും തുറന്നു കാട്ടുന്ന ഇടപെടൽ CPMന്റെ ഭാഗത്തുനിന്ന് വരുന്ന മണിക്കൂറുകളിലും ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.